കുങ്കുമപ്പൂവ്. ഈ കുങ്കുമപ്പൂവിനെ കുറിച്ചുള്ള വീഡിയോ ഇപ്പം കുറേ പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. അതങ്ങനെയാണ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് പകുതിയൊക്കെ വെച്ച് നിർത്തേണ്ടി വരും. ഒന്നുകിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റ്. മിക്കവാറും വീഡിയോസെല്ലാം ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ അപ്പം തോന്നുന്ന കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോകുന്നത്. ഞാൻ ഈ ടോപ്പിക്ക് ഇങ്ങനെ മനസ്സിൽ വെക്കും, കണ്ടെത്തും, അത് ഞാനൊരു ബുക്കിൽ എഴുതി വയ്ക്കും. എന്നിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ ഓരോ ടോപ്പിക്കും കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അപ്പോൾ തന്നെ ഓർത്ത്, ഈ എഡിറ്റിങ്ങിലൊന്നും ഞാൻ പോകുന്നില്ല, അതിനെനിക്ക് വിശദമായിട്ട് അറിയത്തുമില്ല, അതിനുള്ള ടൈമിൻ്റെ പ്രശ്നം കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ കുങ്കുമപ്പൂവിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഒരു സ്റ്റക്കുള്ളതാണ്. ഈ പ്രാവശ്യം എന്താകുമെന്ന് അറിയില്ല. അപ്പം കുങ്കുമപ്പൂ എല്ലാവർക്കും അറിയാവുന്നതാണ്, നല്ല വിലപിടിപ്പുള്ള ഒരു പൂവാണ്. പക്ഷേ ഈ പൂവിനാണോ യഥാർത്ഥത്തിൽ വില? പൂവിൽ എന്ത് ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ? ഏത് ഭാഗത്തിനാണ് വില? നമ്മൾ കണ്ടിട്ടുണ്ട്, പൂ കണ്ടിട്ടുണ്ട്, നമ്മളിതെവിടെ കൃഷി ചെയ്യുന്നതെന്നും അറിയാം, അതിൻ്റെ വിളവെടുപ്പും മറ്റു കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പം ഈ പൂവിൻ്റെ ഇതളിനകത്തൊരു നാമ്പ് പോലൊരു സംഭവമുണ്ട്, നാര് പോലത്തെ. അതാണ് ഈ കുങ്കുമപ്പൂവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും ഡിമാൻഡുള്ള ആ വസ്തു. ഇതുപോലെയാണ് നമ്മളുടെ മനസ്സ് അല്ലേ? ആ പൂവിൻ്റെ ഇതളിനുള്ളിലുള്ള നാമ്പ് പോലെയാണ് നമ്മളുടെ ശരീരത്തിലുള്ള നമ്മൾ പറയുന്ന മനസ്സ് എവിടെയാണ് എന്തെന്നൊക്കെ പല അഭിപ്രായമുണ്ട്. ഇല്ലെന്ന് പറയുന്നുണ്ട്, ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതെല്ലാം അവിടെ നിന്നോട്ടെ. എന്തായാലും നമ്മുടെ ശരീരത്തിലുള്ള ഒന്നാണ് നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ നാര് പോലെ നമ്മുടെ മനസ്സും. അതിന് കുങ്കുമപ്പൂവിൻ്റെ ആ നാമ്പിന് ഉണ്ടാകുന്ന അതേ വില തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനും ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളോട് പെരുമാറുന്നത്, നമ്മളുടെ ചിന്താഗതികൾ എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമ്മളുടെ മനസ്സ് ഏത് രീതിയിലാണ് സഞ്ചരിക്കുന്നത്, മറ്റുള്ളവരോടെന്നുള്ള നമ്മളുടെ രീതികൾ ഇതെല്ലാം തന്നെയും നമ്മുടെ മനസ്സാണ് നിയന്ത്രിക്കുന്നത് അല്ലേ? മനസ്സിൻ്റെ ഇഷ്ടാനുസരിച്ചാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഏറ്റവും അധികം വിജയം അല്ലേ? നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മളോട് പറയും വേണ്ട എന്ന് പറയും, പക്ഷെ നമ്മളത് ചെയ്യും ഇല്ലേ? വേണമെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ചെയ്യുകയില്ല. അപ്പം നമുക്കങ്ങനെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണെങ്കിൽ നമ്മളുടെ മനസ്സും അതുപോലെ തന്നെ ചിന്തിക്കണം. അപ്പം നമ്മുടെ മനസ്സിൻ്റെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയാകണമെങ്കിൽ നമ്മളുടെ മനസ്സും തമ്മിലൊരു ബന്ധം ഗാഢമായി ഉണ്ടാകണം അല്ലേ? നമ്മളുടെ സ്വഭാവം അതിനനുസരിച്ച് നമ്മളുടെ മനസ്സ് ചിന്തിക്കും. ഒരിക്കലും നമ്മളുടെ മനസ്സിനെ കയറൂരി വിടരുതെന്ന് പറയും. കാരണം എന്താണ്? കയറൂരി വിട്ടാൽ ഒരു പശു എങ്ങനെയൊക്കെ പോകും അല്ലേ? ആന കരിമ്പം കാട്ടി കയറിയുള്ള അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെയാണ് നമ്മളുടെ മനസ്സിനെ തുറന്നു വിട്ട് കഴിഞ്ഞുള്ള അവസ്ഥ. വേണ്ടാത്തടത്തൊക്കെ പോകും, വേണ്ടാത്ത ചിന്തകളെല്ലാം ഉണ്ടാവും, വേണ്ടാത്ത ആളുകളോട് കൂട്ടുകൂടും, വേണ്ടാത്ത ആളുകളോട് പലതും നമ്മുടെ മനസ്സ് തുറന്ന് പറഞ്ഞു പോകും. ഇതെല്ലാം നമുക്ക് പിന്നീട് ദോഷമായി തന്നെ വരും അല്ലേ? അപ്പം നമ്മളെപ്പോഴും നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ച് വയ്ക്കുക അല്ലേ? നമ്മളുടെ ശരീരത്തിനുള്ളിൽ നമ്മളുടെ മനസ്സെപ്പോഴും ശുദ്ധവും നല്ല ഭംഗിയുള്ളതും ആയിട്ട് ഇരിക്കണം. അതായത് കുങ്കുമപ്പൂവിൻ്റെ ഇതളുകൾക്കുള്ളിൽ ആ നാമ്പ് എത്ര സുരക്ഷിതമായിട്ട് അത്ര വിലപിടിപ്പുള്ള നാമ്പ് സുരക്ഷിതമായിട്ടിരിക്കുന്നുവോ അതുപോലെ നമ്മളുടെ ഈ ശരീരത്തിലെ ഉള്ളിൽ നമ്മളുടെ മനസ്സും കളങ്കമേൽക്കാതെ നന്നായി ചിന്തകളുമായിട്ട് ഇരിക്കണം. ശരിയല്ലേ? കാരണം നമ്മുടെ മനസ്സിനാണ് എപ്പോഴും വില കൊടുക്കേണ്ടത്. നമ്മുടെ ശരീരം നശിച്ചു പോകുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് കേടുപാടുകൾ വരും. പക്ഷെ മനസ്സെപ്പോഴും നന്നായിട്ടിരിക്കണമെങ്കിൽ നമ്മളുടെ ചിന്തകൾ നന്നാവണം അല്ലേ? നമ്മളെപ്പോഴും അതിനനുസരിച്ചുള്ള രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുകയും വേണം. ശരിയല്ലേ?